നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? രണ്ടാമത്. നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ്. മൂന്നാം തവണയും സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പേര്? അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. 2024 ബ്രിക്സ് ഗെയിമിൽ ഇന്ത്യ ആദ്യ മെഡൽ നേടിയത് ഏത് ഇനത്തിലാണ്? വനിതാ ടേബിൾ ടെന്നീസ്. 2024 ബ്രിക്സ് ഗെയിമിൽ ഇന്ത്യ ആദ്യ മെഡൽ നേടിയത് വനിതാ ടേബിൾ ടെന്നീസിലാണ്. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി നിരീക്ഷിക്കുന്ന നദി? ഗംഗാ നദി. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി നിരീക്ഷിക്കുന്ന നദിയാണ് ഗംഗാ നദി. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമേതാണ്? തായ്ലൻഡ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡോക്ടർ കെ സജു. ഡോക്ടർ കെ സജു ആണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് നേതാവിൻ്റെ സ്മരണയ്ക്കായാണ് വർഷം തോറും മെയ് 21 ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ. രാജീവ് ഗാന്ധിയുടെ സ്മരണയ്ക്കായാണ് വർഷം തോറും മെയ് 21 ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണികളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം? മണിപ്പൂർ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണികളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട വനിതാ ബാഡ്മിൻ്റൺ കളിക്കാരിയുടെ പേര്? PV സിന്ധു. പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട വനിതാ ബാഡ്മിൻ്റൺ കളിക്കാരിയാണ് PV സിന്ധു. 2023-24 ഏത് രാജ്യത്തു നിന്നാണ് ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപം ഇന്ത്യക്ക് ലഭിച്ചത്? സിംഗപ്പൂർ. 2023-24 ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപം ഇന്ത്യക്ക് ലഭിച്ചത് സിംഗപ്പൂരിൽ നിന്നാണ്.